Good morning, all. Okay, and last the Vaishnav here now. ഒക്കെയാണോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ അല്ലേ? അതല്ലേ നമ്മളെ ലാസ്റ്റ് എടുത്തത്? ആണോ? Okay, Vaishnav here now. നമ്മളെല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തു അല്ലെ? 10 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ? ഞാനൊരു ക്ലാസ് അഡീഷണൽ ആയിട്ടൊക്കെ എഴുതിയായിരുന്നു ഇല്ലേ? ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാം? എഴുതിയവര് 1-ാം തീയതി നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അപ്പൊ 1-ാം തീയതി നമ്മളിത് സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്തില്ലേ? 1-ാം തീയതി സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്തു. 10th പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഒന്ന് വായിച്ചിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. എടുക്കാത്തവര്, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവര്. ഓക്കെ, അപ്പൊ നമ്മൾ 10 പോയിന്റ് വരെ ഡിസ്കസ് ചെയ്തതാണ്. അറിയാവുന്ന സിമ്പിൾ പോയിന്റ്സുകളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം നല്ലൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ, ഒരു ജോബിനെ സംബന്ധിച്ച് നല്ലൊരു സ്ട്രക്ചർ അത് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കും അതുകൊണ്ട് ഗുണകരമാണെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ജോബ് വാല്യുവേഷന് അത് വളരെ ഉപകാരപ്രദമാകും. അത് മാത്രമല്ല, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതേപോലെ കാരണം കൃത്യമായിട്ടുള്ള ഏതൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്, എന്തൊക്കെയാണ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടപടികളാണെങ്കിൽ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി അവരെ കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ തന്നെ നമുക്ക് എന്താണ് സെലക്ഷൻ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. തേർഡ് പെണ്ണാണെങ്കിലും നമ്മൾ പറഞ്ഞു അവിടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ്, അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പെർഫോമൻസ് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കംസ് അവിടുത്തെ ലഭ്യമാവുന്നുണ്ടോ എന്ന് നമുക്ക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന പേഴ്സൺസിനൊക്കെ റിവാർഡും റെക്കഗ്നീഷനൊക്കെ അംഗീകാരങ്ങളും എല്ലാം നൽകാനായിട്ട് സാധിക്കും. ഇൻ കേസ് അവിടെ തീർച്ചയായിട്ടും വർക്കേഴ്സ് ഓരോ വ്യക്തികളെ നല്ല രീതിയിൽ തന്നെ
എത്രത്തോളം വർക്കേഴ്സ് അത് നേരത്തെ കൂട്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കും. വർക്ക് അലോക്കേഷൻ പ്ലാൻ അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും ബിസിനസിനെ റിലേറ്റ് ആയ രീതിയിൽ തന്നെ കറക്റ്റ്ലി ഓരോ ഇതുകൾക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഡിസിഷൻ ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ് അത് മറ്റ് ബെറ്റർ ആയിട്ട് നമുക്കറിയാം. ഒരു ഡിസൈൻ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ തരത്തിലുള്ള വ്യക്തികൾക്കാണ് ട്രെയിനിങ് വേണ്ടി വരുന്നത്, അല്ല അത് ആ രീതിയിൽ തന്നെ ബെറ്റർ ആയിട്ട് തന്നെ അതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടുമെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻഷുർ വർക്ക് ഫോഴ്സ് സേഫ്റ്റി, വർക്ക് ഫോഴ്സ് ഇക്വിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അതായത് നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നമുക്ക് അതിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ ഇംപ്രൂവിംഗ് വർക്ക് ഫോഴ്സ് ഇക്വിറ്റി അല്ലെ, എല്ലാവരോടും ഒത്തൊരുമയോടുകൂടി പോകാനായിട്ട് ഈ ഒരു നല്ലൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്തായാലും വായിച്ചു നോക്കാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ഇതുകൾ അല്ലെ, പുതിയതായിട്ട് പഠിക്കത്തക്ക ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ഓഫ് ജോബ് ഡിസൈൻ. ഓക്കെ, നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അല്ലെ, ചില സമീപനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അത് വെറുതെ ഒരു ജോലിയെ ഡിസൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരിക്കണം. അപ്പൊ പല കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ജോബ് ഡിസൈൻ ചെയ്യാനായിട്ട്. There are 5 main approaches to job design. They are following. ഒരു 5 കാര്യങ്ങളാണ്, സമീപനങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. Work simplification assumes that work can be broken down into simple, repetitive tasks that maximize efficiency. Okay, അതായത് വർക്ക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ്, അവിടെ കാര്യക്ഷമമായിട്ട് അല്ലെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു രീതിയിലേക്ക് നമുക്കറിയാം വർക്കുകളൊക്കെ സിംപ്ലിഫൈ ചെയ്ത് തന്നെ ഓരോരുത്തർക്കും അലോട്ട് ചെയ്യുന്ന രീതികളിലേക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ജോലിയൊക്കെ ഡിസൈൻ ചെയ്യുക അല്ലെ. അവിടെ എന്താ പറയുക, ആ ജോലിയുടെ രൂപരേഖ അല്ലെങ്കിൽ ആ ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വ്യക്തമായ ഒരു സിംപ്ലിഫിക്കേഷനോട് കൂടിയിട്ട് അലോട്ട് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടതാണ്. വീണ്ടും ജോബ് എൻലാർജ്മെന്റ് എന്താണ്, ഈ ഒരു 5 പോയിന്റ്സും ജസ്റ്റ് ചെറുതാണെങ്കിലും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. അത് ഹെഡിങ് കേൾക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. വർക്ക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ, അത് ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ മാനറിലേക്ക് ബ്രോക്കൺ ചെയ്യുക അല്ലെ. അങ്ങനെ ഉള്ള രീതിയിലാവുമ്പോൾ വർക്ക് സിംപ്ലിഫിക്കേഷൻ. ജോബ് എൻലാർജ്മെന്റ്, അങ്ങനെ ഒരു സമീപനം ശ്രദ്ധിക്കുക. അതായത് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ്. ഓക്കെ, കുറച്ച് ഡ്യൂട്ടി കൂടിയും അവർക്ക് അലോട്ട് ചെയ്തു സ്വന്തമായിട്ട് എടുക്കാനായിട്ടുള്ള അല്ലെ. ഇൻ കേസ് ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള റിക്വയർമെന്റ്സ് ഒക്കെ അവർക്ക് ചെയ്ത് തീർക്കാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. സോ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ തന്നെ അത് കൈകാര്യം ചെയ്തെടുത്തു. ആ റിസ്കും കൂടിയും കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കറായിട്ട് അവർക്ക് വരാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, അത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസും കൂടി അവർ ചെയ്തു പോകും. അപ്പൊ അധികം റിസ്ക് ഇല്ലാതെ തന്നെ ആ ജോലിക്ക് അല്ലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്താ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ്. അവരുടെ ജോലിയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെ, ആ രീതിയിൽ ജോലി ഡിസൈൻ ചെയ്യുക, അത് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ജോബ് റൊട്ടേഷൻ. അപ്പൊ ജോബ് എന്താണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വർക്ക് സിംപ്ലിഫിക്കേഷൻ എന്താണ് മീൻ ചെയ്യുന്നത്, assumes that work can be broken down into simple. ഓക്കെ, മാക്സിമം എഫിഷ്യൻസിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ രീതിയിലാണ് അങ്ങനെ സിമ്പിൾ അല്ലെ, സിമ്പിൾ ആക്കിയിട്ട് വർക്കിനെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ്.
കുറച്ചും കൂടി ഡ്യൂട്ടി അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ജോബ് എൻലാർജ്മെന്റ്. ജോബ് റൊട്ടേഷൻ. എന്താണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്? The process of rotating workers among different narrowly defined tasks without disrupting the flow of work. നമുക്കറിയാം, ഏതൊരു സ്ഥാപനമാണെങ്കിലും, ചിലപ്പോൾ വലിയ വലിയ സ്ഥാപനമാണെങ്കിലും ഒരുപാട് ജീവനക്കാരുണ്ട്. ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് ജീവനക്കാരൊക്കെ ആയിരിക്കും. ഏതെങ്കിലും ഒരു പേഴ്സൺ ആബ്സെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വർക്ക് അല്ലെ, അവര് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആവരുത്. സോ അത് നല്ല രീതിയിൽ ചിന്തിച്ചുറപ്പിച്ചിട്ട് അല്ലെ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള വർക്കേഴ്സിന് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി അല്ലെ, ആ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വരുമ്പോഴെന്താണ്, ഇൻകേസ് ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഇല്ല എങ്കിൽ കൂടി ആ വർക്കുകൾ പെൻഡിങ് ആവില്ല അല്ലെ. അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടി കൂടി അറിയാനായിട്ട് മറ്റ് എംപ്ലോയീസിന് കഴിവുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ ജോലിയെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഡിസ്റപ്റ്റിംഗ് ദ ഫ്ലോ ഓഫ് വർക്ക്. വർക്കുകൾക്ക് ഒരു തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ദ പ്രോസസ് ഓഫ് റൊട്ടേറ്റിംഗ് വർക്ക്സ് among different narrowly. then അവർക്ക് നാരോലി എന്താണ്, അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് വർക്ക് കൊടുക്കുക. then define task without disrupting the flow of work. ഇതോടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരിക്കലും വർക്കുകൾക്ക് തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? 1 പോയിന്റ് മുഖ്യാണോ? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു വർക്ക് സിംപ്ലിഫിക്കേഷൻ. assumes that work can be broken down into simple. Okay, then next one നമ്മൾ പറഞ്ഞു job enlargement. അതായത് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. അപ്പൊ എല്ലാം പഠിച്ചു പോവുക. 5 പോയിന്റ് നന്നായി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജോബ് എൻലാർജ്മെന്റ് കഴിഞ്ഞ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് വർക്കേഴ്സ് അല്ലെ, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? വിത്തൗട്ട് ഡിസ്റപ്റ്റിംഗ് ദ ഫ്ലോ ഓഫ് വർക്ക്. ഒരിക്കലും തടസ്സമില്ലാതെ തന്നെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നെക്സ്റ്റ് നോക്കുക ജോബ് എൻറിച്ച്മെന്റ്. ഇതാണ് നെക്സ്റ്റ് വൺ, ജോബ് എൻറിച്ച്മെന്റ്. എന്താ പറയുന്നത്? ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ബാക്ക് ടുഗദർ so that one person is responsible for producing a whole product or an entire service. അതായത് ആ മുഴുവൻ ഓർഗനൈസേഷൻ അത് എന്താ പറയുക, എല്ലാവർക്കും കൂടി അല്ലെ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതാണ് എൻറ്റയർ സർവീസ് അല്ലെ, ഹോൾ പ്രൊഡക്റ്റ് ഓർ ആൻ എൻറ്റയർ സർവീസ്. അത് so that one person is responsible for producing a whole product or an entire service. ഏതൊരു പേഴ്സണും ആ ഒരു സർവീസ് അല്ലെങ്കിൽ മുഴുവൻ പ്രോഡക്റ്റിന്റെയും അല്ലെ അത് ഉത്തരവാദിത്വം അവർക്ക് ഏതൊരു പേഴ്സണും ഉണ്ടാവുന്ന ഒരു രീതിയിലേക്ക് ആക്കാം. അതായത് എല്ലാ തരത്തിലുള്ള ജോലിയും അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ജോബ് എൻറിച്ച്മെന്റ് ആണ് അവിടെ പറയുന്നത്. ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ബാക്ക് ടുഗദർ സോ ദാറ്റ് വൺ പേഴ്സൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് എ ഹോൾ പ്രൊഡക്റ്റ് ഓർ ആൻ എൻറ്റയർ സർവീസ്. വീണ്ടും എന്താണ് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. നമ്മളിപ്പോ നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല നമുക്കറിയാം. ഓക്കെ, ഓരോ ടാർഗറ്റുകളും അറ്റൈൻ ചെയ്യാനായിട്ട് ഓരോ ടീമിനെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് സ്മൂത്ത് ആയിട്ട് അത് കോമ്പറ്റബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ടീം ഗെയിൻ ചെയ്ത് അല്ലെ അത് നേടിയെടുത്തിട്ട് ഓക്കെ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യം മൊത്തത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. Focus on giving a team rather than an individual a whole and meaningful work to be done. Okay, ഓരോ പേഴ്സണെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചുമതല ഏൽപ്പിക്കുക, അത് ഒരു ടീമിനെ ആയിട്ട് കൈകാര്യം ചെയ്ത് ഏൽപ്പിക്കാൻ അല്ലെ. ജോബ് ഡിസൈനിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിച്ചുറപ്പിച്ചിട്ട് ജോലിയെ ഡിസൈൻ ചെയ്യുക. സിമ്പിൾ ആയിരിക്കണം, ടീമിനെ പോലുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതി ആയിരിക്കണം, ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടൊക്കെ വർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കണം, റൊട്ടേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. ഓരോ പേഴ്സണും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ചുമതലാ ബോധ്യം ഉള്ളവരാക്കി തീർക്കുന്ന തരത്തിലായിരിക്കണം. അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജോബ് ഡിസൈൻ ചെയ്യാനായിട്ട്. ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. Focus on giving a team rather than an individual
a whole and a meaningful work to be done. അല്ലെ മൊത്തം വർക്ക് അത് നല്ല രീതിയിൽ നിർവഹിക്കാനായിട്ട് ഒരു പേഴ്സണെ അല്ല അല്ലെ ഒരു ടീമുകളെ ആയിട്ട് ചുമതല ഏൽപ്പിക്കത്തക്ക വിധത്തിൽ അറേഞ്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോഴെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ വർക്ക് ഫിനിഷ് ചെയ്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? 5 പോയിന്റ്സും ഒക്കെയാണോ? ജസ്റ്റ് നോക്കാം, ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം. Fourth point, job enrichment. ഓക്കെ, അതില് പ്രധാനമായിട്ട് നമ്മൾ നോക്കാം പ്രത്യേകമായിട്ടല്ലേ സ്പെഷ്യലൈസ്ഡ് ടാസ്ക്, അതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഒന്നിച്ച് ചേർക്കുകയാണ് അല്ലെ, സ്പെഷ്യലൈസ്ഡ് ടാസ്ക് പാക്ട് ടുഗദർ so that one person is responsible for producing a whole product or an service. അവിടെ അത് പറയാൻ കാരണം എന്താണ്? The process of putting specialized task back together അല്ലെ, അവിടെ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ടാസ്ക് അവിടെ കൊടുക്കുക അല്ലെ. ഓരോ പേഴ്സണെയും ഓരോ ടീമിനെയൊക്കെ നമ്മൾ ചുമതലപ്പെടുത്തണം എന്നുള്ള രീതികളെ പോലെ തന്നെയുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അല്ലെ ഏതൊരു പേഴ്സണും ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു മെയിൻ എയിം ആയിരിക്കണം അവരുടെ മൈൻഡിൽ ഉണ്ടാവുക അല്ലെ. സോ ദാറ്റ് വൺ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് എ ഹോൾ പ്രൊഡക്റ്റ് ഓർ ആൻ എൻറ്റയർ ബിസിനസ് സർവീസ്. അതായത് ആ ഒരു ബിസിനസ് അല്ലെ, ഇപ്പൊ നമുക്കറിയാം മാനേജറിന് ഉണ്ടാവുന്ന അതേ മനോഭാവത്തോടു കൂടിയായിരിക്കണം കീഴ് ഉദ്യോഗസ്ഥരും മുന്നോട്ട് അല്ലെ ഒരു സബോർഡിനേറ്റും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാകുമ്പോ എന്താ പ്രത്യേകത? ആ രീതിയിൽ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അല്ലെ. ഇൻ കേസ് ഒരു ജോലി നമ്മൾ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അല്ലെ പുതുമ നമുക്ക് ഇച്ചിരി ജോബ് ഒന്ന് വേരിയേഷൻ വരുത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തി ഒരു ഡിസിഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴെന്താവും, ആ രീതിയിൽ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്കും കൂടി ഉണ്ടാവും അല്ലെ ഈ ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളൊരു മനോഭാവം അവർക്കും ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴെന്താണ് അവർ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരു രീതിയിൽ ആ ഒരു സമീപനമാണ് അവിടെ പറയുന്നത്. The process of putting specialized task back together so that one person is responsible for producing a whole product. അങ്ങനെ വരുമ്പോൾ ഏതോ ഒരു പേഴ്സണും ഓക്കെ ഞാനും കൂടി തീരുമാനത്തിൽ ഉണ്ടായതാണല്ലോ അല്ലെ, ആ ഒരു മനോഭാവം വരുമ്പോൾ അതെങ്ങനെയെങ്കിലും അറ്റൈൻ ചെയ്യണമെന്ന് ഏതൊരു ഇൻഡിവിജ്വലും ആഗ്രഹിക്കും അല്ലെ. ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഏതൊരു എംപ്ലോയിയും ആഗ്രഹിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിൽ ജോബ് ഡിസൈൻ ചെയ്യുക. ഓക്കെയാണോ? ഓക്കെ, വേറെ എന്തെങ്കിലും? റിപ്പീറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അല്ലെ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു തന്നെയാണ്. അതായത് വീണ്ടും വീണ്ടും അവർക്ക് ആ ടാസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരുമ്പോഴെന്താണ് അവർക്ക് ഇച്ചിരി കൂടി അല്ലെ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ assumes that work can be broken down into simpler repetitive tasks that maximize the efficiency. അതായത് വീണ്ടും വീണ്ടും വർക്കുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുത്ത് വീണ്ടും വീണ്ടും അവരെ കൊണ്ട് വർക്കുകൾ ചെയ്യിക്കുമ്പോൾ അവരെന്താണ് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. ഓക്കെ, കഠിനമായിട്ടുള്ള രീതിയിൽ അവർക്ക് വർക്ക് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക. അതേമാതിരി തന്നെ അല്ലെ ഒരു വർക്ക് കൊടുത്ത് പിന്നെ നെക്സ്റ്റ് ടൈമിൽ അടുത്ത വർക്ക് അല്ലെ അങ്ങനെ വരുമ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോവുക. ആ ഒരു അപ്രോച്ച് സ്വീകരിക്കാം. അതെല്ലാം നമ്മൾ പറയുന്നുണ്ട് ജോബ് റൊട്ടേഷൻ അപ്രോച്ച് സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് എല്ലാവർക്കും എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് അല്ലെ. അപ്പോ എല്ലാ അപ്രോച്ചും കൂടി ഒത്തിണങ്ങിയ രീതിയിലായിരിക്കണം ജോബ് ഡിസൈൻ ചെയ്യേണ്ടത്. ഈ രണ്ടും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം ജോലി അല്ലെ ജോബിനെ സംബന്ധിച്ച് ഡിസൈൻ ചെയ്യേണ്ടത്. എന്താണ് സിംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്, എൻലാർജ്മെന്റ് നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു കാര്യം എപ്പോഴും റിപ്പീറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബോർഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ, അവർക്ക് ബോറാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ ജോബ് റൊട്ടേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വിത്തൗട്ട് ഡിസ്ട്രക്റ്റിംഗ് ദ ഫ്ലോ ഓഫ് വർക്ക് അത് നേടിയെടുക്കാനായിട്ടും സാധിക്കാതെ വരും അല്ലെ. അപ്പൊ അതെല്ലാം കൂടി പറ്റുന്ന വിധത്തില് രീതിയിലായിരിക്കണം നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ,
എല്ലാ സമീപനങ്ങളും ഒത്തിണങ്ങുന്ന രീതി തീരുമാനം എടുത്തിട്ട് വേണം ജോലിയെ ഒരു രൂപകൽപ്പന ചെയ്യാനായിട്ട്. ഓക്കെയാണോ? അപ്പോ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ജോബ് അനാലിസിസ്. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ജോബ് അനാലിസിസ്. അതിലുള്ള ഫംഗ്ഷനിലേക്ക് പോകാം. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? ഡെഫിനിഷൻ: അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, job analysis is the process of studying the collection information relating to the operations and the responsibilities of a specific job. Okay, job analysis എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ജോലി അല്ലെ, ആ പ്രത്യേക ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെ, വിവരങ്ങൾ അത് കളക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുകയും അല്ലെ, ആ ഒരു എന്താണോ ആ ജോലിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ജോലിയെ വിലയിരുത്തുക. ഓക്കെ, അപ്പൊ ഏത് ജോലിയാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അതിലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അത് വലിയ ജോലിയാണോ, ആ ജോലി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഷിഫ്റ്റ് ചെയ്ത് ജോലി കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിൽ ആ ജോലിക്ക് മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടോ, എത്രത്തോളം ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രധാനമായിട്ടും എന്താണോ ആ ജോലിക്ക് അനുയോജ്യമായ കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജമായിട്ട് ആ ജോലി നടപ്പാക്കി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കളക്ട് ചെയ്ത് അതിനെ പഠിക്കുന്ന അല്ലെ, അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിലൊക്കെ പഠിക്കുന്ന പ്രോസസ്സാണ് ഇത് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. Okay, then next പറയുന്നു the immediate products of this analysis are job descriptions and job specifications. Okay, അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ആരാണ് ഈ ഒരു ജോബ് അനാലിസിസിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആരാണ്? എഡ്വിൻ ബി ഫ്ലിപ്പോ. Then അദ്ദേഹം എന്താണ് അഭിപ്രായപ്പെടുന്നത്? ജോബ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനെ കുറിച്ചിട്ട് പഠിക്കുന്ന പ്രോസസ്സാണ്? എന്താണ്? സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫോർമേഷൻ റിലേറ്റീവ് ടു ദ ഓപ്പറേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സ്പെസിഫിക് ജോബ്. ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു പ്രോസസ് എന്നാണ് എന്തെന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാൻ പോകാം. നിങ്ങൾ എന്താണ് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻസും ജോബ് സ്പെസിഫിക്കേഷൻസ് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ പെട്ടെന്ന് എടുത്തത്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് ജോലിയാണോ അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അതായത് ജോലിയുടെ ടൈറ്റില്, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ടിംഗ് ടു ആർക്കാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എന്തൊക്കെ വേണം, ജോബില് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, മെഷീൻ ടു ബി യൂസ്, മെഷീൻ ഉപയോഗിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ മുൻകരുതലുകൾ, അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, എല്ലാ ജോലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻസിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. എന്താണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഈ ഉദ്ദേശിക്കുന്ന ജോലി, ആ ജോലി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ അല്ലെ. നമുക്കറിയാം വ്യത്യസ്ത ജോലികളുണ്ട് അല്ലെ, ഏതൊരു കമ്പനി ആണെങ്കിലും വ്യത്യസ്ത ജോലികളുണ്ട്. എല്ലാവർക്കും ഒരേ ക്വാളിഫിക്കേഷനും ഒരേ അല്ലെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വ്യക്തികളെല്ലാം നമ്മൾ നിയമിക്കുന്നത്. അതാത് ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള എക്സ്പീരിയൻസും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ നിയമിക്കുന്നത് അല്ലെ. ഇപ്പൊ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ജോലിയാണോ,
ഈ പറഞ്ഞിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻസിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് പേഴ്സൺ അല്ലെ, യോഗ്യനായിട്ടുള്ള പേഴ്സൺ ഏതാണ്, ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജോബ് സ്പെസിഫിക്കേഷൻസിൽ വരുന്നത്. അതായത് ആ വ്യക്തിക്ക് ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കില്ല്, റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ, സെൻസറി ഡിമാൻഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജസ്റ്റ് ഇത് നമുക്ക് ഡീപ്പായിട്ട് ആ സമയത്ത് പഠിക്കാം. പക്ഷെ ജോബ് അനാലിസിസിന്റെ മെയിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണ്, ജോബ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, ജോലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ ആ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ഏതാണ് അല്ലെ, അതാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും? ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് തന്നെ പോവാം. ഇപ്പൊ നമ്മൾ ജോബ് അനാലിസിസിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. then അത് ആരാണ്, അക്കോർഡിംഗ് ടു എഡ്വിൻ ഫ്ലിപ്പോ ആണ്, ബി ഫ്ലിപ്പോ ആണ്. then അതേമാതിരി തന്നെ ഇമ്മീഡിയറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, 3 കാര്യം നോട്ട് ചെയ്തില്ലേ? എന്താണ് ജോബ് അനാലിസിസ് എന്നുള്ള കാര്യം മനസ്സിലായോ? അതായത് ജോലി എന്താണ്, ആ ജോലിക്ക് കൈകാര്യം ചെയ്യാൻ അല്ലെ, നല്ല രീതിയിൽ ആക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഇൻഫോർമേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് ഇതിനെ കുറിച്ചിട്ട് ശരിക്കും പഠിക്കേണ്ടതായിട്ട് വരുന്നത്, അതായത് ജോബ് സ്പെസിഫിക്കേഷനും ജോബ് എന്താണ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്, അതായത് ജോലി എന്താണോ അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ വരുന്നത്. ജോബ് സ്പെഷ്യലൈസേഷൻസ് എന്ന് പറയുന്നത്, സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണോ ആ ജോലി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനുള്ള ക്വാളിഫിക്കേഷനും സ്കില്ലും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്, കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, കൺസെപ്റ്റില് പറയുന്ന കാര്യമാണ് നോക്കാം. ജോബ് അനാലിസിസ് ഈസ് എസെൻഷ്യലി a process of collecting and analyzing data relating to a job in an organization. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെ, ഏതൊരു ജോലിയാണ്, ആ ജോലിക്ക് ഓർഗനൈസേഷനിലുള്ള ആ ജോലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ കാര്യങ്ങൾ അല്ലെ, ആ ജോലിയുമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും അതിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യൽ അല്ലെ, പ്രധാനമായിട്ടുള്ള ഒരു അനലൈസേഷനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. It refers to a scientific and a systematic analysis of the job in order to obtain all pertinent facts about the job. ഓക്കെ, നമ്മളൊരു ജോലിയെ കുറിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനും സ്പെഷ്യലൈസേഷൻ ഒക്കെ നടത്തി പഠിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ, അത് ശാസ്ത്രീയമായിട്ടും അല്ലെ, അവിടെ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറയും. നമ്മൾ നല്ല വിവരണാത്മകമായ രീതിയിൽ തന്നെ പഠിക്കണം അല്ലെ. ചെറിയ ജോലിയാണെങ്കിലും നമുക്കറിയാം അവിടെ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താൽ അതിനെ എന്തോരം കോസ്റ്റ് സഫർ ചെയ്യുന്നതനുസരിച്ചിട്ട് റിട്ടേൺ കിട്ടോ, ഹ്യൂമൻ ബീങ്ങിനെ നമുക്ക് ഇന്ന ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫിഷ്യന്റ് വർക്ക് ചെയ്യോ, അല്ലെങ്കിൽ അതിന് ഇത്രയും പ്ലേസ് വേണോ, ഇന്ന ടൈമിലൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചിട്ട് അല്ലെ. അവിടെ പബ്ലിക് അത് നമുക്കറിയാം, ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കംസ് അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാവോ അല്ലെ, എല്ലാത്തിനെയും കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അനലൈസേഷൻ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ്. Job analysis has been defined as the process of determining by observing and studying the task which comprise the job, the method and the equipment used, and the skills and the attitude required for successful performance of the job. Okay, ആ ജോലി നന്നായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെ, നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, വിജയകരമായിട്ടൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവിടെ എക്യുപ്മെന്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും, നല്ല സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സന്റെ ആവശ്യകത വരും,
ഇന്ന മെത്തേഡുകൾ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ആ ടാസ്കുകളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ നമുക്കത് ഓരോരുത്തർക്കും അല്ലെ ഏത് രീതിയിലൊക്കെ നമുക്ക് ഇൻ കേസ് എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് കണ്ടെത്തേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് തീരുമാനങ്ങളെല്ലാം ഈ ജോബ് അനാലിസിസ് നടത്തിയതിനു ശേഷമാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ബൈ ഒബ്സർവിങ് ആൻഡ് സ്റ്റഡിയിങ് ദ ടാസ്ക് അല്ലെ. ഇവിടെ നമുക്കറിയാം ആ ഒരു നിരീക്ഷണാർത്ഥത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഇൻ കേസ് അതായത് എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ടും ആ തൊഴിലിൽ നമുക്ക് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാണ് വിച്ച് കോംപ്രൈസസ് ദ എന്താണ് ദ മെത്തേഡ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് അല്ലെ. ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് എക്യുപ്മെന്റ് എത്രത്തോളം സ്കില്ല് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ മനോഭാവങ്ങൾ അല്ലെ കഴിവുകളൊക്കെ ഉള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കണം. അങ്ങനെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആ ജോലിയുടെ പെർഫോം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ജോബ് അനാലിസിസ് പ്രധാനപ്പെട്ട ഒരു മാറ്റർ തന്നെയല്ലേ അല്ലേ. ജോലിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകൾ വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ നമുക്ക് റിക്രൂട്ട്മെന്റ് നടപടികൾ വരെ നടത്തണമെങ്കിൽ ഏത് ജീവനക്കാരെ കണ്ടെത്തണമെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അത് അല്ലെ ഞാൻ മെസ്സേജ് അയക്കാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ സ്ക്രീൻ അല്ലെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ പരമാവധി മെസ്സേജ് അയച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് അവിടെ ഒരു കൃത്യമായിട്ടൊരു ഇത് ചാർട്ട് അല്ലെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ജോബ് അനാലിസിസിൽ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. Then second one preparing job analysis. Then third one performing job analysis. Then fourth one designing job descriptions and job specifications. Then controlling job descriptions and job specifications. അപ്പോ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മാറിപ്പോവാതിരിക്കാനായിട്ട് അല്ലെ. നെക്സ്റ്റ് പ്രോസസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വിച്ച് ഈസ് എ ഫോർമോസ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ ലാസ്റ്റ് പ്രോസസ് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും വരാം. സോ ആ ഒരു ക്രമം അല്ലെ ആ ഒരു ക്രമത്തിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് വൺ ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ്. Then performing job analysis. Designing job descriptions and job specification. Controlling job descriptions and job specifications. Okay, clear അല്ലേ? Okay, സ്റ്റെപ്പുകളും ആ പ്രോസസ്സുകളും ഓർത്ത് വയ്ക്കുക. ഞാനത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് അല്ലെ. ജസ്റ്റ് പറഞ്ഞു പോവുകയും ഇപ്പൊ തന്നെ ഹെഡിങ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. First point, defining the objectives. Now, defining the objectives എന്ന് പറയുന്നത് the foremost step in the process of job analysis is defining the objectives of the job analysis. Okay, ഇപ്പോൾ കാണാറുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. which is the foremost step in the process of job analysis അല്ലെ. ഏതാണ് defining the objectives? എന്താ പറയുന്നത് ഏറ്റവും ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് കുഡ് ബി either of the following അല്ലെ. പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം. അതുകൊണ്ടാണ് അല്ലെ ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണെന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ റീഡിസൈൻ ദി ജോബ് ഡിസ്ക്രിപ്ഷൻസ്. വേണമെങ്കിൽ നമുക്ക് എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ഏത് ജോലിയാണോ ആ ജോലിയെ വേണമെങ്കിൽ ഒന്നും കൂടി റീഡിസൈൻ ചെയ്യാം അല്ലെ. ആ ഒരു രീതിയിൽ നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം. അല്ലെ വേരിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് ആ ജോലിയെ നമുക്കൊരു ചേഞ്ചിങ് ഒക്കെ ആക്കി എടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. വേണമെങ്കിൽ ആ ഒരു ലക്ഷ്യമാവാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം. ജോബ് അനാലിസിസ് നടത്തുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ഒരു കോമ്പൻസേഷൻ അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാവാം. അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്യണം അല്ലെ. ഒരു മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാവാം.
Then change the organization structure. ഓർഗനൈസേഷന്റെ ആ ഒരു ഘടനയ്ക്ക് മാറ്റം വരുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാവാം. Then redesign the job in a particular department. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ജോലി അല്ലെ, അതിനെയായിരിക്കും ചിലപ്പോൾ ജോബ് ഡിസൈൻ എഴുതുന്നത് അല്ലെ. മൊത്തത്തില് ഒരു ചേഞ്ചസ് അല്ല, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉള്ള ഒരു അനാലിസേഷൻ അല്ലെ. അവിടെ ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും ടാർജറ്റ് വിചാരിച്ച രീതിയിൽ പ്രോപ്പറായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും മാറ്റർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് റീഡിസൈൻ ചെയ്യാം. Once the objectives is selected, it should be well communicated to the top management, because with its support only the changes can be made in the organization. Okay, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് തീർച്ചയായിട്ടും എന്താണ്, നമ്മളിങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യണം അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബിക്കോസ് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ ഇവിടെ എന്ത് തീരുമാനം എടുത്താലും നടപ്പാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. Okay, once the objectives is selected, it should be well communicated to the top management, because with its support only the changes can be made in the organization. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് മാനേജ്മെന്റ് ഒരു തീരുമാനം എടുക്കാത്ത തൊഴിലാളികൾ അല്ലെ എന്തെങ്കിലും ഒരു തീരുമാനം ജോലിയില് കുറെ അനലൈസേഷൻ നടത്തിയിട്ട് കാര്യമില്ല അല്ലെ. തീർച്ചയായിട്ടും മാനേജ്മെന്റ് അവിടെ തൊഴിലുടമയും കൂടി ആലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ മോസ്റ്റ്ലി നമുക്ക് അറിയാവുന്നതാണ്, ഒരു ലക്ഷ്യം തെരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് സാധിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, വായിച്ചു നോക്കുക. പ്രോസസ്സിന്റെ ആ ഒരു ഓർഡർ ഇടയ്ക്കിടയ്ക്ക് തന്നെ വായിച്ച് പഠിച്ചു വെക്കുക. Okay, process of a job analysis. First, defining objectives. Then second one, preparing job analysis. Third one, performing job analysis. Designing job descriptions and the job specification. Then controlling job descriptions and job specification. Order of the then first defining the objectives. First, most important first foremost step in the process of job analysis defining the objectives. Organization election analyzation redesign job description. Redesign the job descriptions. Changes compensation structure changes particular department anyway select communicate management communicate
അത് കാരണം ചേഞ്ചസ് ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് അല്ലെ മാറ്റങ്ങൾ വരുത്തുന്നത് തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. Preparing the job analysis എന്ന് പറയുന്നത് after setting a job objective, the kind of a job that are to be analyzed are selected, whether the clerical jobs, managerial jobs, division specific job, etc. Okay, നമുക്കറിയാം ഈ ഒരു ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് the kind of job that are to be analyzed are selected. ഓക്കെ, ഏത് തരത്തിലുള്ള ജോലിയാണ് വ്യക്തമായിട്ടുള്ള ഒരു അനലൈസേഷൻ വരികയാണ് ക്ലറിക്കൽ ജോബ് അല്ലെ. ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കാര്യമാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർക്കുകളുണ്ട് അല്ലെ. അത് വേണമെങ്കിൽ ക്ലറിക്കൽ സ്റ്റാഫുകളെ മാത്രമാണോ അല്ലെങ്കിൽ മാനേജറിയൽ ആയിട്ടുള്ള ജോലിയെയാണോ നമ്മൾ വിശകലനം നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ വീണ്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിവിഷൻ സ്പെസിഫിക് ജോബ് എക്സെട്ര. ഓക്കെ, അത്തരം കാര്യങ്ങളാണോ എന്ന് കൃത്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Then also the members who are included in the analysis and the method to be used are identified. Okay, ആരൊക്കെയാണ് ഇത് അനലൈസേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അനാലിസിസ് നടത്തേണ്ടത് എന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. At this stage, the complete review of the existing job descriptions is done to have a fair insight of the duties, responsibility, organization charter, working condition, hazards, etc. that are found in a specific type of job. Okay, അപ്പൊ ഈ സ്റ്റേജിൽ എന്താ പ്രത്യേകത നമുക്കറിയാം. ഒരു റിവ്യൂ അല്ലെ, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അതേമാതിരി തന്നെ ഓർഗനൈസേഷന്റെ ആ ഒരു ചാർട്ടും വർക്കിംഗ് കണ്ടീഷൻസും, അത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസും, എന്തെങ്കിലും ഹസാർഡ്സ്, ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ അതുമായി ബന്ധപ്പെട്ടൊക്കെ അപകടങ്ങൾ സംബന്ധിച്ച സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് അറിയാം ഈ ഒരു ജോബ് അനാലിസിസ് നടത്തണമെങ്കിൽ അത് എന്താണെന്നുള്ളത് അല്ലെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഏത് വർക്കേഴ്സിനെ സംബന്ധിച്ച കാര്യമാണെങ്കിലും അത് ക്ലിനിക്കൽ ആവാം, മാനേജറിയൽ ആവാം, അല്ലെങ്കിൽ ഏത് വർക്ക് സംബന്ധിച്ച് അല്ലെ ഡിവിഷൻ സ്പെസിഫിക് ജോബ് എക്സെട്ര എന്തായിക്കോട്ടെ അത് കൃത്യതയോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ദെൻ അത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെ ആ ഒരു കാര്യം കൂടിയൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത്. Okay, at this stage, the complete review of existing job description is done to have a fair insight of the duties, responsibility, organization chart. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പെടുന്നതെന്നുള്ള ചോദിച്ച് കണ്ടാൽ അല്ലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. To have fair insight of the duties, responsibility, organization chart, working conditions, hazards, etc. that are found in a specific type of a job. ആ ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻസ്, ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ? ഓക്കെ, വീണ്ടും കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ ആണോ? വീണ്ടും നെക്സ്റ്റ് നോക്കാം. പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. എന്താണ് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസിൽ പറയുന്നത്? ഓക്കെ, എന്നാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. The next stage in the process of a job analysis is to perform or begin with the job analysis. Here, the sufficient time should be allotted for collecting the job details from the employees. Okay, നമുക്കറിയാം അല്ലെ അവിടെ കൃത്യമായിട്ട് ജോബ് അനാലിസിസ് നടത്തുമ്പോൾ അതെന്താണ് ബിഗിൻ വിത്ത് ജോബ് അനാലിസിസ്. നമുക്കറിയാം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് വിലയിരുത്തുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ അല്ലെ അതിനുശേഷമാണ് നമ്മൾ വിലയിരുത്തൽ നടപടികളിലേക്ക് പോകുന്നത്. അവിടെ നമുക്കറിയാം ഷുഡ് ബി അലോട്ടഡ് കളക്ടിംഗ് ദ ജോബ് ഡീറ്റെയിൽസ് ഫ്രം ദ എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ദ ഇൻഫോർമേഷൻ ഫ്രം ദ എംപ്ലോയീസ് ക്യാൻ ബി കളക്ടഡ് ത്രൂ ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂ ഓർ ത്രൂ ആൻ ഒബ്സർവേഷൻ മെത്തേഡ്. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം. ഏതൊക്കെ രീതിയിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം?
ക്വസ്റ്റ്യൻ നടത്തി ഓരോ ക്വസ്റ്റ്യൻസിനും അനുസരിച്ചിട്ട് മാർക്ക് അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് റെസ്പോൺസിബിൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. തന്നെ വീണ്ടും ഇന്റർവ്യൂ ആണെങ്കിലും ആ ഒരു മോഡൽ തന്നെ ഓട്ടോ ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെ നിരീക്ഷണാടിസ്ഥാനത്തിലും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിപ്പയർ ദ ജോബ് അനാലിസിസ്. After collecting the information, it must be recognized, organized on the basis of its nature, division, department. ഓക്കെ, നമ്മൾ എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ഓർഗനൈസ് ചെയ്യാം അല്ലെ, നന്നായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് നമുക്കറിയാം ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഇൻ കേസ് അതിന്റെ സ്വഭാവ സവിശേഷതകളും അതിന്റെ ആ ഒരു വിഭാഗിതകളും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ടൊക്കെ അത് നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. ക്ലിയർ അല്ലേ? ചെറിയ 2 പോയിന്റും കൂടി ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് എന്താ പറയാ വായിച്ചു നോക്കാം. വായിച്ചു നോക്കാം 2 പോയിന്റും കൂടി. Design the job description and job specification. Then control and job descriptions and job specification. അപ്പൊ തേർഡ് വൺ എന്താണ്? പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. എന്താണ് പെർഫോമിംഗ് ജോബ് അനാലിസിസ് എന്ന് നമ്മൾ വായിച്ചു നോക്കാം. ഓക്കെ, 2 പോയിന്റും കൂടിയേ ഉള്ളൂ, നമുക്ക് അതിലേക്ക് പോവാലോ. ഓക്കെ, അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്. രൂപകൽപ്പന ചെയ്യുക ജോബ് ഡിസ്ക്രിപ്ഷൻസും ജോബ് സ്പെസിഫിക്കേഷൻ. At this stage, the job analyst creates a draft of the job description and the specifications. അല്ലെ, അവിടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ എന്താണ് ജോബ് അനാലിസ്റ്റ് ക്രിയേറ്റ്സ്. ഒരു അനലിസ്റ്റ് എന്ത് ചെയ്യും? ഒരു അല്ലെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ജോബ് സ്പെസിഫിക്കേഷൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് സ്പെസിഫിക്കേഷൻ? ക്ലിയർ ആണോ? ചെയ്യണ്ടോ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് പറഞ്ഞത്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതായത് വർക്കുമായി റിലേറ്റഡ് ആണോ വർക്കേഴ്സുമായി റിലേറ്റഡ് ആണോ? ക്ലിയർ ആയോ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? വർക്കുമായി ആണോ, ജോലി അല്ലെ എന്താണ് അതിന്റെ ജോലിയിലെ വർക്കുമായി ബന്ധപ്പെട്ടതാണോ, അതല്ല ജോലിയിലെ വർക്കേഴ്സിനുമായി ബന്ധപ്പെട്ടതാണോ? വർക്ക് ഓർ വർക്കേഴ്സ് എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോറി ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ജോബ് വർക്കുമായി ബന്ധപ്പെട്ടതാണോ, ജോബ് ഓർ വർക്കുമായി ബന്ധപ്പെട്ടതാണോ, വർക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണോ? അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കാം.
ഭൂരിഭാഗം ആൻസർ കറക്റ്റ് ആണ്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വർക്കുമായി. യെസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വർക്കുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം ജോബ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആരുമായി ബന്ധപ്പെട്ടതാണ്? വർക്കേഴ്സ്. ക്ലിയർ അല്ലേ? അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷനും അതേമാതിരി തന്നെ സ്പെഷ്യലൈസേഷനും മാറിപ്പോകില്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ അത് തന്നെയാ പറയുന്നത്. എന്താണ്? അറ്റ് ദിസ് സ്റ്റേജ് the job analyst create a draft of the job description and the specifications. അതായത് അനലിസ്റ്റ് എന്ത് ചെയ്യും? ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും. ജോലിയെ കുറിച്ചിട്ടുള്ള വിശകലനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അറിവുകളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ഡിസൈൻ ചെയ്തത്? ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ട്, ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടും. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? വർക്കുമായി ബന്ധപ്പെട്ടത്. വർക്കിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അപകടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും, അല്ലെ? അതുമായി ഒരു വർക്കുമായി ബന്ധപ്പെട്ട് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഈ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് യോഗ്യനായിട്ടുള്ള പേഴ്സൺ, അദ്ദേഹത്തിന്റെ സ്കില്ല്, നോളജ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വിവരങ്ങളാണ് എന്തിനു പറയുന്നത്? ജോബ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ആരിപ്പോ കിട്ടിയോ? കിട്ടിയില്ല? ഒന്നുകൂടി പറയാം. ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജോബ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ആ വർക്ക് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള പേഴ്സണ് ഉള്ള കഴിവുകളെ കുറിച്ചിട്ടാണ്. At this stage, the job analyst creates a draft of the job description and the job specification. After organizing the information, the changes that need to be made in the job is defined as it is written on paper. അതായത് ഞാൻ പറഞ്ഞത് മാറിപ്പോയിരുന്നു, അതുകൊണ്ടാണോ? ശരിയല്ലേ പറഞ്ഞത്? ചേഞ്ചസ് വരുന്നതായിരുന്നോ? ക്ലിയർ ആണ്? ഓക്കെ, ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പൊ മാറിപ്പോകില്ലല്ലോ. At this stage, the job analyst creates a draft of the job descriptions and the job specification after organizing the information. ഈ എല്ലാ ഇൻഫോർമേഷനെ കുറിച്ചിട്ടും നമുക്ക് അറിവുകൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം the changes that need to be made in the job is identified and is written on paper. എന്നിട്ട് ചേഞ്ചസുകളൊക്കെ വരുത്തേണ്ടതുണ്ടോ? ഇപ്പൊ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി, ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടും ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഞാൻ അത് ഒന്ന് അനലൈസ് ചെയ്യും, അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ചിലപ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടികൾ ചെയ്യേണ്ടതുണ്ടാവും, അതന്നെ മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പൊ ഇൻ കേസ് ജോലിയിൽ വർക്കേഴ്സിനെ സംബന്ധിച്ചും എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചൊക്കെ വേണ്ടിയെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസേഷനിൽ ആ വർക്ക് നമുക്കറിയാം, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, ഇൻ കേസ് അല്ലെ അവർക്കുള്ള മാനസികമായിട്ടും എല്ലാത്തിനും അല്ലെ ഇന്റലിജന്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ട കഴിവുകളെ കുറിച്ചിട്ടൊക്കെ എല്ലാം അതിൽ പരാമർശിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം അതിൽ വെരിഫിക്കേഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിലൊക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെ അവിടെ ഐഡന്റിഫൈ ജോബ് ഈസ് ഐഡന്റിഫൈഡ് ആൻഡ് ഈസ് written on paper. Once the draft gets prepared, it is passed on the managers, supervisors and the employees. ഇങ്ങനെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അത് ആർക്കൊക്കെ അയക്കും? മാനേജേഴ്സിന്, സൂപ്പർവൈസേഴ്സിന്, എംപ്ലോയീസിനൊക്കെ അത് അയക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ഞാൻ അങ്ങനെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ആർക്കൊക്കെയാണ് അത് പാസ് ഔട്ട് ചെയ്യേണ്ടതെന്നും നോട്ട് ചെയ്ത് വെക്കുക. മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനൊക്കെ അത് പാസ് ഔട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് ഈ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അവർക്കൊക്കെ അല്ലെ പാസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് വണ്ണം കൂടെ നമുക്ക് നോക്കാം. കൺട്രോൾ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. Okay, this is the last step in the process of a job analysis, wherein the job descriptions and the specification are timely checked and modified according to the changing needs of the organization. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കൺട്രോൾ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. അതായത് എന്താണ്? ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് വേർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദ സ്പെസിഫിക്കേഷൻ ആർ ടൈംലി ചെക്ക്ഡ്.
ഈ പറഞ്ഞിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതൊക്കെ അവരെ ടൈമിലി തന്നെ ചെക്ക് ചെയ്യണം. അതിനുശേഷം മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി, അല്ലെ ഇൻ കേസ് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസിന്റെ അപ്ലൈ ചെയ്ത് നോക്കും, അല്ലെ നമ്മൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ആപ്ലിക്കേഷൻസ് അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ വെരിഫിക്കേഷൻ ഒക്കെ അല്ലെ നടത്തി നോക്കും. ഇൻ കേസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരാം. സോ അതെല്ലാം മോഡിഫൈ ചെയ്യേണ്ട സമയത്തൊക്കെ മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, എല്ലാം അറേഞ്ച് ചെയ്ത് കൈകാര്യം ചെയ്ത് പോകും. ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ ഒക്കെ നടത്തേണ്ടതായിട്ട് അല്ലെങ്കിൽ വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വന്നിരിക്കും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൺട്രോൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. Then the job analysis results in the job descriptions and the job specification. ഓക്കെ, അത് നമ്മള് റിസൾട്ടുകൾ പറയുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ഇത് ആ ജോബ് ഡിസ്ക്രിപ്ഷനെയും ജോബ് സ്പെസിഫിക്കേഷനെയും കുറിച്ചിട്ട് പറയുന്ന കാര്യമാണ്. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കംപ്രൈസസ് ഓഫ് ദ ജോബ് ഡ്യൂട്ടീസ്, ദ ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻസ് എക്സെട്ര. ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്താണ് ഡിസ്ക്രിപ്ഷൻസിൽ പറയുന്നത് എന്നുള്ള കാര്യം, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അതൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. Then whereas the job specification tells about the skills, education, background, the qualification, training and communication skills required to perform a specific job. ആ ജോലി അല്ലെ, ആ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട കഴിവ്, വിദ്യാഭ്യാസം, ബാക്ക്ഗ്രൗണ്ട്, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, അവർക്കുള്ള ആശയവിനിമയ കഴിവ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ആ ഒരു ചാർട്ടും കൂടി അതുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയതാണ്, വായിച്ചു നോക്കാം. ഇതെല്ലാം ജസ്റ്റ് അല്ലെ എക്സാമ്പിൾ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ജോബ് ടൈറ്റിൽ, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ടിംഗ് ടു ആർക്ക് റിപ്പോർട്ട് കൊടുക്കണം, വർക്കിംഗ് കണ്ടീഷൻസ് എന്തായിരിക്കണം, അതേമാതിരി തന്നെ അതിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, മെഷീൻ ടു യൂസ് അല്ലെ മെഷീൻ ഉപയോഗിക്കണോ, എന്തൊക്കെ അപകടാവസ്ഥകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്, ജോലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജോബ് സ്പെസിഫിക്കേഷൻസിൽ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ആ പേഴ്സണ് വേണ്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ചുമതല നിർവഹിക്കാനായിട്ട് പറ്റുമോ അല്ലെ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഇൻ കേസ് നമുക്കറിയാം നഴ്സിംഗ് ഇതിലൊക്കെ ആണെങ്കിൽ നഴ്സുമാരാണ്, പക്ഷെ ചിലതിലൊക്കെ അല്ലെ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കൊണ്ടുവരുമ്പോ പെട്ടെന്ന് അല്ലെ ഇമോഷണൽ ആയിട്ട് അതിനെ നേരിടാനായിട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റാത്ത വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് അവരെ നിയമിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തികളെ നമുക്ക് ആ ഒരു ഇങ്ങനെ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് സെൻസറി ഡിമാൻഡ്സ് എന്ന് പറയുമ്പോൾ അതായത് ഫിസിക്കലി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസുകളൊക്കെ ആണ്. അപ്പൊ അത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും ഡൗട്ടുള്ള ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇതില് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ജോബ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനുമാണ് അല്ലെ. ആ ഒരു പോയിന്റ് മറക്കാതെ തന്നെ ടച്ച് ചെയ്ത് പോവുക, മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലും ഷെയർ ചെയ്യാം. ഓക്കെ, പഠിച്ചു പോകാൻ തന്നെ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.